എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് SCRT റിവിഷൻ സീരീസ് ആണ്. അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള PSC ട്രെൻഡ്സ് അവസാനം Z ആണ്, ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അങ്ങനെയും കയറാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എക്കണോമിക്സ്, അഫ്നോളജി, ക്രോണോളജി ഇവയൊന്നുമല്ല. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അഫ്നോളജിയാണ്. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? അഫ്നോളജിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? അഫ്നോളജിയാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി. മത്സ്യബന്ധനം, കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത്. മത്സ്യബന്ധനം, കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് എന്താണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇവയൊന്നുമല്ല. മത്സ്യബന്ധനം, കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയാണെന്ത്? കാർഷിക മേഖല എന്നറിയപ്പെടുന്നതും എന്താണ്? പ്രാഥമിക മേഖലയാണ്. അപ്പോൾ മത്സ്യബന്ധനം, കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണെന്ത്? പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ പ്രാഥമിക മേഖലയാണെന്ത്? കാർഷിക മേഖല എന്നറിയപ്പെടുന്നത്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ്വിതീയ മേഖലയാണ്. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖലയാണ്. അപ്പോൾ മത്സ്യബന്ധനം, കൃഷി, ഖനനം, കന്നുകാലി സമ്പത്ത്, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവ ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, പ്രാഥമിക മേഖലയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദ്വിതീയ മേഖല വ്യവസായ മേഖല എന്നറിയപ്പെടുന്നു. വ്യവസായമാണ് ദ്വിതീയ മേഖലയുടെ അടിത്തറ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ദ്വിതീയ മേഖലയാണെന്ത്? വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത്. വ്യവസായ മേഖലയാണെന്ത്? ദ്വിതീയ മേഖലയുടെ അടിത്തറ. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷിയാണെന്ത്? പ്രാഥമിക മേഖലയുടെ അടിത്തറ. സാധനങ്ങളുടെ ഉൽപ്പാദനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ദ്വിതീയ മേഖലയിൽ വരുന്നത് എന്താണ്? സാധനങ്ങളുടെ ഉൽപ്പാദനവും നിർമ്മാണ പ്രവർത്തനങ്ങളും. സാധനങ്ങളുടെ ഉൽപ്പാദനവും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണെന്ത്? ദ്വിതീയ മേഖലയിൽ വരുന്നത്. സേവന മേഖലയാണ് പ്രാഥമിക മേഖല. ആ പ്രസ്താവന തെറ്റാണ്. പ്രാഥമിക മേഖല എന്താണ്? കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. സേവന മേഖല ഏതാണ്? തൃതീയ മേഖലയാണ്. സേവന മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃതീയ മേഖലയാണ്. അപ്പോൾ പ്രസ്താവന 3 തെറ്റ്. ബാങ്കിങ്, വാണിജ്യം, ഗതാഗതം എന്നിവ തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. ബാങ്കിങ്, വാണിജ്യം, ഗതാഗതം എന്നിവ എന്താണ്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ സേവന മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയല്ല, തൃതീയ മേഖലയാണ്. പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ്. ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യാവസായിക മേഖല എന്നാണ്. അപ്പോൾ പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് എന്താണ്? കാർഷിക മേഖല എന്നാണ്. കൃഷിയാണെന്ത്? പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം. ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? വ്യാവസായിക മേഖലയാണ്. വ്യവസായമാണെന്ത്? ദ്വിതീയ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത്. സേവന മേഖലയാണെന്ത്? തൃതീയ മേഖല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മേഖല എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്. ഇന്ത്യയിലെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും വരുന്നത് ഏതാണ്? സേവന മേഖലയായ തൃതീയ മേഖലയിൽ നിന്നാണ്. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക.
ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതി. 1776 വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതി എഴുതി. ദാദാഭായ് നവറോജി, ആഡം സ്മിത്ത്, അമർത്യ സെൻ, ആംഗഡ് ഡീറ്റൺ. അപ്പോൾ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. സൂചനകളൊന്ന്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. രണ്ടാമത്തെ സൂചന, ലെയ്സസ് ഫെയർ എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. മൂന്നാമത്തേത്, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി രചിച്ചു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആഡം സ്മിത്ത് ആണ്. അപ്പോൾ ആഡം സ്മിത്ത് ആണ് എന്ത്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അതും ആരാണ്? ആഡം സ്മിത്ത് ആണ്. അതുപോലെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. 1776 എന്ത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയത്. അപ്പോൾ ഈ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മോഡേൺ എക്കണോമിക്സിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സംഭാവന പ്രാഥമിക മേഖലയിൽ നിന്നാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സംഭാവന എവിടെ നിന്നാണ്? പ്രാഥമിക മേഖലയിൽ നിന്നാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണോ തെറ്റാണോ? ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കൂടുതൽ സംഭാവന പ്രാഥമിക മേഖലയിൽ നിന്നല്ല, സേവന മേഖലയിൽ നിന്നാണ്, അതായത് തൃതീയ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ചോദന നിയമം, ദ ലോ ഓഫ് ഡിമാൻഡ് അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ആ പ്രസ്താവന ശരിയാണ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ്. വാക്കർ. എന്താണ്? പ്രശസ്തമായ വാക്കറിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. അപ്പോൾ എന്താണ്? ശരിയാണ്. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട്. തോമസ് ഗ്രഷാം. അതും എന്താണ്? ശരിയാണ്. തോമസ് ഗ്രഷാമിൻ്റെ വാക്കുകളാണ് ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്നുള്ളത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന നിയമം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. അത് ശരിയാണ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് വാക്കറാണ്. മണി ഈസ് വാട്ട് മണി ഡസ്. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്ന് പറഞ്ഞത് തോമസ് ഗ്രഷാമാണ്. അപ്പോൾ പ്രസ്താവന ഒന്നാണ് എന്ത്? ഇതിൽ തെറ്റ്. അതിലെ തെറ്റെന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സംഭാവന പ്രാഥമിക മേഖലയിൽ നിന്നാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. പ്രാഥമിക മേഖലയിൽ നിന്നല്ല, തൃതീയ മേഖലയിൽ നിന്ന് അഥവാ സേവന മേഖലയിൽ നിന്നാണെന്ത്? തൃതീയ മേഖല, സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയിൽ നിന്നാണെന്ത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സംഭാവന ലഭിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ സംഭാവന എവിടെ നിന്നാണ്? സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയിൽ നിന്നാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്ന മാക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് JM കെയ്സ് ആണ്. പ്രസ്താവന ശരിയാണ്. പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് ആണ് എന്ത്? പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നും പറയും. മലയാളത്തിലാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ്. പൊതു സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് JM കെയ്സ് ആണ്. വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. അതിൻ്റെ പ്രയോക്താക്കളാണ് മാർഷൽ റിക്കാർഡോ പിഗോ. അതെന്താണ്? ശരിയാണ്. അപ്പോൾ വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ആണ് എന്ത്? വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ പറയുക. അതിൻ്റെ പ്രയോക്താക്കൾ ആരൊക്കെയാണ്? മാർഷൽ റിക്കാർഡോയും പിഗോയുമാണ്. മാർഷൽ റിക്കാർഡോയും പിഗോയുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തേതും ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ്. 1998 എന്ത്? അമർത്യ സെന്നിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അമർത്യ സെന്നിന് ഭാരതരത്ന ലഭിച്ചത് 1999 ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ ആണ്, ദാദാഭായ് നവറോജി അല്ല. 1998 അമർത്യ സെൻ എന്ത്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 1999 രാജ്യം അദ്ദേഹത്തെ ഭാരത് രത്ന നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ്. അപ്പോൾ
പൊതു സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് എന്താണ്? മാക്രോ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. അതിൻ്റെ ഉപജ്ഞാതാവ് JM കെയ്സ് ആണ്. വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് എന്താണ്? മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? മാർഷൽ റിക്കാർഡോയും പിഗ്ഗോയുമാണ്. മാർഷൽ റിക്കാർഡോയും പിഗ്ഗോയുമാണ് എന്ത്? ഇതിൻ്റെ പ്രയോക്താക്കൾ, മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രയോക്താക്കൾ. മാനുഷിക വികസന സൂചിക അഥവാ HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മാനുഷിക വികസന സൂചികയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണെന്ത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ മാനുഷിക സൂചിക എന്ന് പറയുന്നത്. ആ പ്രസ്താവന ശരിയാണ്. സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവ് കോലാണ് മാനുഷിക വികസന സൂചിക. ഇതിൽ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആളോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ജീവിത നിലവാരം, സാക്ഷരത തുടങ്ങിയ ഘടകങ്ങൾ അവലോകനം ചെയ്യുന്നു. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവ് കോലാണ് മാനുഷിക വികസന സൂചിക. അതെന്താണ്? ശരിയാണ്. ഇതിൽ മാനുഷിക വികസന സൂചികയിൽ, അതായത് ഇതിൽ ഈ അളവുകോലിൽ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആളോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ജീവിത നിലവാരം, സാക്ഷരത തുടങ്ങിയ ഘടകങ്ങൾ അവലോകനം ചെയ്യുന്നു. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. UNDP അഥവാ യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് HDI തയ്യാറാക്കുന്നത്. UNDP അഥവാ യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് HDI തയ്യാറാക്കുന്നത്. അതും എന്താണ്? ശരിയാണ്. HDI നിലവിൽ വന്നത് 1991 ആ പ്രസ്താവന തെറ്റാണ്. 1990 എന്ത്? HDI നിലവിൽ വന്നത്. HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നിലവിൽ വന്നത് 1990 91 അപ്പം മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ഈ നാലാമത്തെ പ്രസ്താവന HDI രൂപപ്പെടുത്തിയത് മെഹബൂബുൾ ഹക്കും അമർത്യ സെന്നും ചേർന്നാണ്. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മെഹബൂബുൾ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന അമർത്യ സെന്നും ചേർന്നാണ് എന്ത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രൂപപ്പെടുത്തിയത്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ HDI നിലവിൽ വന്നത് 91 എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. 90 എന്ത്? HDI നിലവിൽ വന്നത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മാനുഷിക വികസന സൂചികയെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനുഷിക വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്ന് പറയുന്നത്. ഇതിൽ ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആളോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ജീവിത നിലവാരം, സാക്ഷരത തുടങ്ങിയ ഘടകങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്. UNDP അഥവാ യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് HDI തയ്യാറാക്കുന്നത്. ശരിയാണ്. 1991 90 HDI നിലവിൽ വന്നത്. HDI രൂപപ്പെടുത്തിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന മെഹബൂബുൾ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനായ അമർത്യ സെന്നും ചേർന്നാണ്. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവർ പേരും ചേർന്നാണ് എന്ത്? HDI രൂപപ്പെടുത്തിയത്. ഈ HDI അടിസ്ഥാനമാക്കിയാണ് എന്ത്? ഒരു രാജ്യത്തെ വികസിതം, വികസ്വരം, അവികസിതം എന്നിങ്ങനെയൊക്കെ കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു അളവുകോലാണ് എന്ത്? HDI എന്ന് പറയുന്നത്. HDI അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ മാനുഷിക വികസന സൂചിക. അടുത്തത് 9ാമത്തെ ചോദ്യം നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നോക്കാം. ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. ഇംഗ്ലീഷിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം കിട്ടും. ആ പ്രസ്താവന ശരിയാണ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കാണാനുള്ള സൂത്രവാക്യം എന്താണ്?
നാഷണൽ ഇൻകം ബൈ നാഷണൽ പോപ്പുലേഷൻ. ദേശീയ വരുമാനത്തെ ദേശീയ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കും. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമുക്ക് ബേസിക് കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞത് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 വരെയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അമർത്യ സെൻ അല്ല, എം വിശ്വേശ്വരയ്യയാണ് എന്ത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള പുസ്തകം എഴുതിയത്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അമർത്യ സെൻ അല്ല, എം വിശ്വേശ്വരയ്യയാണ്. ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? PC മേനോബിസാണ്. പിതാവ് എന്ന് പറയുമ്പോൾ ആരാണ്? വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ രണ്ടും മാറരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അമർത്യ സെൻ അല്ല, എം വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള പുസ്തകം. അപ്പോൾ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അമർത്യ സെൻ ആണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് ആളോഹരി വരുമാനം. ദേശീയ വരുമാനത്തെ ദേശീയ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആളോഹരി വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം ലഭിക്കും. പിന്നെ ഇന്ത്യൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ശരിയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ അല്ല, എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയുടെ മറ്റ് പ്രത്യേകതകൾ: ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ്. ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി 1936, ഗാന്ധിയൻ പദ്ധതി 1944 ശ്രീ നാരായൺ അഗർവാൾ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ JC കുമാരപ്പ, ജനകീയ ആസൂത്രണം അഥവാ പീപ്പിൾസ് പ്ലാൻ 1945 MN റോയ്, സർവോദയ പദ്ധതി 1950 ജയപ്രകാശ് നാരായൺ. അപ്പോൾ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി 1936 അതെന്താണ്? തെറ്റാണ്. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1936 38 ജവഹർലാൽ നെഹ്റു ആയിരുന്നു ദേശീയ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായി ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്നാണ് 1936. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1936 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. 1936 38. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തെ ജോഡിയാണ് തെറ്റ്. അപ്പോൾ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി 1938, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഗാന്ധിയൻ പദ്ധതി 1944 ഗാന്ധിയൻ പദ്ധതി അവതരിപ്പിച്ചത് ശ്രീ നാരായൺ അഗർവാളാണ്. ആ പ്രസ്താവന ശരിയാണ്, ജോഡി ശരിയാണ്. അപ്പോൾ ഗാന്ധിയൻ പദ്ധതി 1944 ഗാന്ധിയൻ പദ്ധതി ശ്രീ നാരായൺ അഗർവാൾ. ഇനി ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? JC കുമാരപ്പയാണ്. അപ്പോൾ ഗാന്ധിയൻ പദ്ധതിയാണെങ്കിൽ അത് ശ്രീനാരായൺ അഗർവാൾ, ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അത് JC കുമാരപ്പയാണ്. ഇനി ജനകീയ ആസൂത്രണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? MN റോയിയാണ്. ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാനിൻ്റെ ഉപജ്ഞാതാവ് MN റോയിയാണ്. 1945 ഈ MN റോയി ഈ പ്ലാന് അവതരിപ്പിച്ചത്. ഇനി സർവോദയ പദ്ധതി 1959 സർവോദയ പദ്ധതി അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് 1950 സർവോദയ പദ്ധതി അവതരിപ്പിച്ചത്. അപ്പോൾ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1938. ഗാന്ധിയൻ പദ്ധതി ശ്രീ നാരായൺ അഗർവാൾ 1944. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ JC കുമാരപ്പ. ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാന് MN റോയ് 1945. സർവോദയ പദ്ധതി 1950 ജയപ്രകാശ് നാരായൺ. ഇത്രയും കാര്യങ്ങൾ എന്താണ്? കണക്ട് ചെയ്ത് വെക്കുക. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും
സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം അഥവാ GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മാനുഷിക വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI, ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യം എന്താണ്? മൊത്തം ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ്. GDP എന്താണ്? GDP ആകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പരിധിക്കുള്ളിലുള്ള എല്ലാ അന്തിമ സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണെങ്കിൽ അതാണ് എന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ ആഭ്യന്തര പരിധിക്കുള്ളിലാണെങ്കിലാണ് എന്ത്? ആഭ്യന്തര ഉൽപ്പന്നം. മൊത്തത്തിലാണെങ്കിൽ എന്താണ്? നാഷണൽ പ്രൊഡക്റ്റാണ്, ദേശീയ ഉൽപ്പന്നമാണ്, GNP ആണ്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയപ്പെടുന്നത്. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണ് GNP, HDI, GDP, നാഷണൽ ഇൻകം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണാത്മക മൂല്യമാണെന്ത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. മൊത്തം ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആഭ്യന്തര അതിർത്തി ഇല്ല. ഒരു രാജ്യത്ത് മൊത്തം ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെയും പണാത്മക മൂല്യമാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ദേശീയ ഉൽപ്പന്നം GNP എന്ന് പറയുന്നത്. എന്നാൽ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെയും പണാത്മക മൂല്യമാണെന്ത്? ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അത് നമുക്ക് പേരിൽ തന്നെ കണക്ട് ചെയ്ത് വെക്കാം. ആഭ്യന്തര അതിർത്തി ആകുമ്പോൾ GDP ആണ്, മൊത്തം നാഷണൽ ആകുമ്പോൾ അത് GNP ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി, സിമ്പിളാണ്. ആസൂത്രണ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആസൂത്രണ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, പ്രഥമ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1965 മുതലാണ്. ആസൂത്രണ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. ശരിയാണ്, 1950 മാർച്ച് 15-നാണെന്ത്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ, ന്യൂഡൽഹി. അതും ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസ്ഥാനത്തിൻ്റെ പേരാണെന്ത്? യോജന ഭവൻ. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ശരിയാണ്, പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെയാണെന്ത്? ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രഥമ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസരിലാൽ നന്ദയാണ്. നീതി ആയോഗ് ആണെങ്കിലോ ഈ ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനമാണ് നീതി ആയോഗ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗാരിയാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. പ്രഥമ CEO ആരാണ്? സിന്ധുശ്രീ ഉള്ളറാണ്. ഈ സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1965 മുതലാണ്. സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1965 മുതലാണ്. ഈ പ്രസ്താവന തെറ്റാണ്. കാരണം സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്
1965 മുതലല്ല, 1967 മുതലാണ്. സംസ്ഥാനങ്ങളിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് മുതലാണ്? 1967 മുതലാണ്. 1967 മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ താഴെ ചില സൂചനകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ഒന്നാമത്തെ സൂചന നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. രണ്ടാമത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO 1954 രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSO 1954 രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അതും ശരിയാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI 1931 സ്ഥാപിച്ചു. ഇന്ത്യൻ സ്ഥിതി വിവരശാസ്ത്ര വിഭാഗത്തിൻ്റെ ശില്പി, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. അപ്പോൾ സൂചനകളൊന്നുകൂടി നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO 1954 രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അതുപോലെ കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI സ്ഥാപിച്ചു 1931. ഇന്ത്യൻ സ്ഥിതി വിവരശാസ്ത്ര വിഭാഗത്തിൻ്റെ ശില്പി, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? M വിശ്വേശ്വരയ്യ ഓപ്ഷൻ A, ഓപ്ഷൻ B അമർത്യ സെൻ, ഓപ്ഷൻ C PC മെഹലനോബിസ്, ഓപ്ഷൻ D VKRV റാവു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേതാണ് ഉത്തരം. ഉത്തരം ഓപ്ഷൻ C ആണ്, PC മെഹലനോബിസ് ആണ്. ആരാണ്? PC മെഹലനോബിസ് ആണ്. നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏതാണ്? മെഹലനോബിസ് മോഡൽ അല്ലെങ്കിൽ മെഹലനോബിസ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ 1956 മുതൽ 61 വരെ ഉള്ള കാലഘട്ടത്തിലുള്ള രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണെന്ത്? മെഹലനോബിസ് മോഡൽ അല്ലെങ്കിൽ മെഹലനോബിസ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മെഹലനോബിസ് ആണെന്ത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. അതുപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാരാണ്? അതും PC മെഹലനോബിസ് ആണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI സ്ഥാപിച്ചത് ആരാണ്? PC മെഹലനോബിസ് ആണ് 1931. CSO ആണെങ്കിൽ 1954 ആണ്. CSOയുടെ മുഖപത്രം ഏതാണ്? ധവളപത്രമാണ്. 1956 മുതലാണ് ഇത് പുറത്തിറക്കിയത്. അതുപോലെ ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിൻ്റെ വിഭാഗത്തിൻ്റെ ശില്പിയും ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ആരാണ്? PC മെഹലനോബിസ് ആണ്. ഓപ്ഷൻ D VKRV റാവു ആണെന്ത്? 1954 CSO സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ മറ്റൊരാളാണ് ആര്? VKRV റാവു. M വിശ്വേശ്വരയ്യയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ അമർത്യ സെൻ എന്താണ്? ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ, നമ്മൾ പറഞ്ഞതാണ്. വിശ്വേശ്വരയ്യ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് ആര്? വിശ്വേശ്വരയ്യ. പിന്നെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതാരാണ്? വിശ്വേശ്വരയ്യാണ്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ CSO അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് ആര്? PC മെഹലനോബിസ്. ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ പിതാവും ഇന്ത്യൻ സ്ഥിതി വിവരശാസ്ത്രത്തിൻ്റെ പിതാവും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? PC മെഹലനോബിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ C ആണത് ഉത്തരം. അടുത്ത് നോക്കാം. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ശരിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അതും ശരിയാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അതും ശരിയാണ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 5-നാണ്. ആ പ്രസ്താവന തെറ്റാണ്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി ശരിയാണ്. ജനുവരി 5 അല്ല, ജനുവരി 1-നാണ്. പുതുവർഷത്തിലാണ് നിലവിൽ വന്നത്. നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്, ജനുവരി 5 അല്ല. അപ്പോൾ ഈ പ്രസ്താവനയാണ് തെറ്റ്. അടുത്ത പ്രസ്താവന നോക്കാം. നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദി,
പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗാരിയ, നിലവിൽ സുമൻ ബെറി. നമ്മൾ ചർച്ച ചെയ്ത ഫാക്റ്റാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നിലവിലെ അധ്യക്ഷനും അദ്ദേഹം തന്നെയാണ്, കാരണം ഭരണം മാറിയിട്ടില്ല. അപ്പോൾ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായ അരവിന്ദ് പനഗാരിയാണെന്ത് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ. നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ CEO സിന്ധുശ്രീ കുള്ളർ, അത് ശരിയാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ CEO ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ കുള്ളറാണ്. നിലവിൽ CVR സുബ്രഹ്മണ്യനാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ CEO ആരാണ്? CVR സുബ്രഹ്മണ്യനാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ CEO ആരാണ്? CVR സുബ്രഹ്മണ്യനാണ്. സിന്ധുശ്രീ കുള്ളറാണ് എന്ത് നീതി ആയോഗിൻ്റെ പ്രഥമ CEO. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ തെറ്റെന്താണ്? നിലവിൽ വന്നതാണ് തെറ്റ്. അത് ജനുവരി 5 അല്ല, ജനുവരി 1 2015 ജനുവരി 1 നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. ആ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ്. അടുത്തതും എന്താണ്? താഴെയുള്ള സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയാണ്. സൂചനകൾ നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. രാസ്ത് ഗോഫ്താർ, ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപർ, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചു, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇത് വളരെ സിമ്പിളാണെന്ന് മനസ്സിലായി തോന്നുന്നുണ്ട്. ഈ സൂചനകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഈ രണ്ട് നമുക്ക് എന്താണ് PSC എഴുതുന്ന എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അതുപോലെ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകം അത് എഴുതിയതും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ഇപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. അതുപോലെ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ, അത് നമുക്കറിയാം. എന്നാൽ ഈ രസ്ത് ഗോഫ്താർ, ദ ട്രൂത്ത് ടെല്ലർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപരുമാരായിരുന്നു ദാദാഭായ് നവറോജിയാണ്. അത് പിന്നെ അധികം ആളുകൾക്ക് ഒരു പരിചയമില്ലാത്തൊരു ഫാക്റ്റ് ആയിരിക്കും. ഇതെന്താണ്? രസ്ത് ഗോഫ്താർ, ദ ട്രൂത്ത് ടെല്ലർ, ഇംഗ്ലീഷിൽ ദ ട്രൂത്ത് ടെല്ലർ എന്നാണ്. ദ രസ്ത് ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെ പത്രാധിപരും ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് ഉത്തരം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആസൂത്രണവുമായി ബന്ധപ്പെട്ട ബോംബെ പദ്ധതി, ബോംബെ പ്ലാൻ നിലവിൽ വന്നത് 1943. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശിർ ദലാൽ. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശിർ ദലാൽ. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ്, ഠാക്കൂർ ദാസ്, MD ഷിറോഫ്, കസ്തൂർബായ് ലാൽബായ്, ശ്രീറാം എന്നിവരായിരുന്നു ബോംബെ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികൾ. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. അപ്പോൾ ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഇതിലേതാണ്? ആസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ബോംബെ പദ്ധതി. നിലവിൽ വന്നത് 1943. ഈ പ്രസ്താവന തെറ്റാണ്. 1943 അല്ല, 1944 എന്ത് ബോംബെ പദ്ധതി നിലവിൽ വന്നത്. ആസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതിയായിരുന്നു ബോംബെ പദ്ധതി. നിലവിൽ വന്നത് 1943 അല്ല, 44. അപ്പോൾ പ്രസ്താവന 1 എന്താണ്? തെറ്റാണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശിർ ദലാലാണ്. ശരിയാണ്. ബോംബെ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അർദേശിർ ദലാലാണ്. ഇനി ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യവസായികൾ ആരൊക്കെയാണ്? JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ്, ഠാക്കൂർ ദാസ്, MD ഷിറോഫ്, കസ്തൂർബായ് ലാൽബായ്, ശ്രീറാം എന്നിവരായിരുന്നു ബോംബെ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികൾ. ശരിയാണ്. അപ്പോൾ ഈ വ്യവസായികളൊക്കെ എന്താണ്? ബോംബെ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യവസായികളായിരുന്നു ഇവർ.
ഇനി ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി, അതും ശരിയാണ്. ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ജോൺ മത്തായിയാണ്. അപ്പോൾ ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. ബോംബെ പദ്ധതി 1944 പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി. പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേഷിർ ദലാൽ, പിന്നെ മറ്റു പ്രധാന വ്യവസായികളും നേതൃത്വം നൽകി. അടുത്തത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ശരിയാണ്. ജോസഫ് സ്റ്റാലിനാണ് എന്ത് പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന കൗൺസിൽ NDC ആണ്. അതും ശരിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC ആണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപിച്ചത് 1952 ഓഗസ്റ്റ് 6-നാണ്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. അതും എന്താണ്? ശരിയാണ്. NDC അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന കൗൺസിൽ സ്ഥാപിച്ചതെന്നാണ് 1952 ഓഗസ്റ്റ് 6-നാണ്. ശരിയാണ്. 1952 ഓഗസ്റ്റ് 6-നാണ് എന്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിച്ചത്. പ്രധാനമന്ത്രിയാണ് എന്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അതും ശരിയാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1964-ലാണ്. ആ പ്രസ്താവന തെറ്റാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചതെന്നാണ് 1965-ലാണ്. 64 അല്ല, 1965-ലാണ് എന്ത് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത്. ഒന്നുകൂടി നോക്കാം. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 4ാമത്തെ പ്രസ്താവനയാണ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1964 ആണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. 1965-ലാണ് എന്ത് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത്. പ്രസ്താവനകളൊന്നുകൂടി നോക്കാം. ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് ഏതാണ്? ദേശീയ വികസന കൗൺസിൽ അല്ലെങ്കിൽ NDC ആണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6-ന്. ശരിയാണ്. പ്രധാനമന്ത്രിയാണ് എന്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1964 അല്ല, 65. അപ്പോൾ 4ാമത്തതാണ് തെറ്റ്. 1965-ലാണ് എന്ത് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1951 ഏപ്രിൽ 1-നാണ് 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി എന്താണ്? ശരിയാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. 1951 ഏപ്രിൽ 1-നാണ് എന്ത് 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1951 മുതൽ 56 വരെയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. ബക്രാനങ്കൽ, ഹീരാഗുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ വിവിധോദ്ദേശ പദ്ധതികളായ ബക്രാനങ്കൽ, ഹീരാഗുഡ്, അതേപോലെ ദാമോദർ വാലി പദ്ധതിയൊക്കെ ആരംഭിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ശരിയായ പ്രസ്താവനയാണ്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, കുടുംബാസൂത്രണം എന്നിവക്ക് പ്രാധാന്യം നൽകിയ പദ്ധതി. ശരിയാണ്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, കുടുംബാസൂത്രണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയും ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ആ പ്രസ്താവന തെറ്റാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് 1-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1956 മുതൽ 61 വരെ കാലഘട്ടത്തിൽ നടന്ന 2-ാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹാരോൾഡ് ഡോമർ മാതൃക എന്നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. പദ്ധതി നടത്തിപ്പിൽ പങ്കുവഹിച്ച മലയാളി എന്ന് ചോദിച്ചാൽ അതും ആരാണ്? KN രാജാണ്. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പങ്കുവഹിച്ച മലയാളി ആരാണ്? KN രാജാണ്. അദ്ദേഹമാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. UGC 1953 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ആരംഭിച്ച കാലഘട്ടം 1-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ്. ശരിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്.
ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1948 ഇന്ത്യയിലെ പ്രഥമ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC രൂപീകരിച്ചത്. 1953 UGC നിലവിൽ വന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് UGC നിലവിൽ വന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പോൾ KN രാജ് മലയാളി, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. മെഹലനോബിസ് മാതൃകയല്ല, ഹാരോൾഡ് ഡോമർ മാതൃക എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മെഹലനോബിസ് മാതൃക അല്ലെങ്കിൽ മെഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. 1956-61 കാലഘട്ടത്തിലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 1956-61 കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. അപ്പം അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. വ്യാവസായികവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ പദ്ധതി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. അതെന്താണ്? ശരിയാണ്. വ്യാവസായികവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുകൊണ്ട് തന്നെ വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലക്കാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യ, റൂർക്കേല ഒറീസ ജർമ്മനി സ്ഥാപിതമായി. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ ബ്രിട്ടൻ്റെ സഹായത്തോടെ സ്ഥാപിതമായി. ഛത്തീസ്ഗഡിലെ ഭിലായിൽ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിതമായി. ജർമ്മനിയുടെ സഹായത്തോടെ ഒറീസയിലെ റൂർക്കേലയിലും ഈ പ്രധാനപ്പെട്ട 3 ഇരുമ്പുരുക്ക് ശാലകളും സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പോൾ ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്, ബ്രിട്ടൻ്റെ സഹായത്തോടെ. ഭിലായ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. റൂർക്കേല ഒറീസയിലാണ് സ്ഥാപിതമായത്, ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ഇനി എന്താണ്? ഭിലായ് അതുപോലെ എന്താണ്? ബൊക്കാറോ ഉണ്ട്. ബൊക്കാറോ ചോദിച്ചാലും ആരുടെ സഹായത്തോടെയാണ്? ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെയാണ്. ഭിലായ് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഈ പ്രധാനപ്പെട്ട 3 ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നത്. 1955 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. 1955 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. പ്രസ്താവന തെറ്റാണ്. 55 56 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. 1956 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. തൊഴിലില്ലായ്മ കുറക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ ഉപലക്ഷ്യമായിരുന്നു. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ദേശീയ വരുമാനം ഉയർത്തുക, തൊഴിലില്ലായ്മ കുറക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. PC മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയും ഈ ഒരു പദ്ധതിയാണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ വ്യാവസായികവൽക്കരണത്തിന് പ്രാധാന്യം നൽകിയ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന മെഹലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നിവയൊക്കെ സ്ഥാപിതമായ കാലഘട്ടം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ്. ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് പശ്ചിമ ബംഗാളിൽ ദുർഗാപൂരിൽ ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്. ഛത്തീസ്ഗഡിലെ ഭിലായിൽ റഷ്യയുടെ സഹായത്തോടെ ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചു. ജർമ്മനിയുടെ സഹായത്തോടെ ഒറീസയിലെ റൂർക്കേലയിലും എന്ത് ചെയ്തു? ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചു. അടുത്തതും എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1961-66. പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 66 വരെയാണ്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകി. ശരിയാണ്. സ്ഥിരതയോട് കൂടിയുള്ള വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കലും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെടുന്നതിന് കാരണമായി. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി എന്ന് അറിയപ്പെടുന്നത് 1961-66 മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതക്കാണ് എന്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. നാലാം പഞ്ചവത്സര പദ്ധതി എന്താണ്? സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടിയെടുക്കലാണ് എന്ത് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അതേ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവും നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1969 മുതൽ 1974 വരെയാണ്. പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1967 മുതൽ 69 വരെയുള്ള കാലഘട്ടമാണ്. അതെന്താണ്? തെറ്റാണ്. 67 മുതലല്ല, 1966 മുതൽ 69 വരെയുള്ള 3 വർഷ കാലാവധിയാണെന്ത് പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷ കാലാവധിയാണ്. ഈ 3 വർഷത്തെ കാലാവധിയാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ്? അവസാനത്തെ പ്രസ്താവനയാണ്. അതിലെ തെറ്റെന്താണ്? 67 അല്ല, 66 മുതലാണ്. 66 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. താഴെ പറയുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് 1978-80 കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. അത് പ്രസ്താവന ശരിയാണ്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് 1978-80 കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാന് അവതരിപ്പിച്ചത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-79 പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആഡം സ്മിത്താണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് 1978-80 കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. ആ പ്രസ്താവന ശരിയാണ്. റോളിംഗ് പ്ലാന് ഇന്ത്യയിൽ നടപ്പിലായ കാലഘട്ടം എന്ന് പറഞ്ഞത് 1978-80 കാലഘട്ടമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയാക്കാൻ എന്ത് ചെയ്തു? മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് അനുവദിച്ചില്ല. 78 എന്ത് ചെയ്തു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെച്ച് റോളിംഗ് പ്ലാനാണ് നടപ്പിലാക്കിയത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലഘട്ടം പ്രാമുഖ്യം നൽകിയിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആയിരുന്നു. അത് ശരിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഗരീബി ഹട്ടാവോ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആഡം സ്മിത്ത് അല്ല, ഗുണ്ണാർ മിൻഡാലാണ്. ഗുണ്ണാർ മിൻഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഏഷ്യൻ ഡ്രാമ എന്നുള്ള പുസ്തകം എഴുതിയതുമാരാണ്? ഗുണ്ണാർ മിൻഡാലാണ്. അപ്പോൾ ഗുണ്ണാർ മിൻഡാലാണെന്ത് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ആഡം സ്മിത്ത് അല്ല. ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകം രചിച്ചതുമാരാണ്? ഗുണ്ണാർ മിൻഡാലാണ്. അടുത്തത് നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വീണ്ടും എന്താണ്? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യം. 1980-85 എന്ത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അങ്ങനെയാണ് മൊറാർജി ദേശായി ഭരണത്തിൽ വന്നത്. അങ്ങനെ 78-80 കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചു എന്ന് നമുക്കറിയാം. പിന്നീട് എന്ത് ചെയ്തു? 80 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ശക്തമായി തിരിച്ചു വന്നു. അപ്പോഴാണ് എന്ത് ആറാം പഞ്ചവത്സര പദ്ധതി ഈ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്ത് ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം ഉയർത്തിയത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആറാം പഞ്ചവത്സര പദ്ധതിയിലും എന്ത് ചെയ്തു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയായിരുന്നു ലക്ഷ്യം. കാലഘട്ടം 1980-85. ആ പ്രസ്താവന ശരിയാണ്. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ആറാം പദ്ധതിയുടെ ഉപലക്ഷ്യമായിരുന്നു. അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യമായിരുന്നു. ആ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം ഉണ്ടായത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്, 1985-90. അപ്പോൾ ഇന്ത്യയിലെ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1985 മുതൽ 90 വരെയാണ്. ഇന്ത്യയിൽ ടെലികോം വിപ്ലവം ഉണ്ടായത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അത് ശരിയാണ്. രാജീവ് ഗാന്ധി ആയിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി.
രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാംബിത് റോഡയുടെ നേതൃത്വത്തിലാണ് എന്ത് ഇന്ത്യയിൽ ടെലികോം വിപ്ലവം അരങ്ങിയത്. വാർത്താ വിനിമയ രംഗത്തൊക്കെ പുരോഗതി ഉണ്ടായത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ 7ാം പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് ശരിയാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അത് തെറ്റാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. 1992 മുതൽ 97 വരെയായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. ആ ഒരു കാലഘട്ടമാണ്, ആ ഒരു പദ്ധതിയാണ് എന്ത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്ന പദ്ധതി. അപ്പോൾ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം 1995ആണ്. അത് 7ാം പഞ്ചവത്സര പദ്ധതിയല്ല, 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ടെലികോം വിപ്ലവം ഉണ്ടായ അല്ലെങ്കിൽ സാങ്കേതിക വിപ്ലവമൊക്കെ ഉണ്ടായ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ്. IRDP, NREP, ട്രൈസം പദ്ധതികൾ ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതെന്താണ് ശരിയാണ്. 1980 മുതൽ 85 വരെയുള്ള 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ത് IRDP, NREP, ട്രൈസം എന്നീ പദ്ധതികളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി വീണ്ടും തിരിച്ചു വന്ന നടപ്പിലാക്കിയ 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ഈ IRDP, NREP, ട്രൈസം പദ്ധതികളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റെന്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTOയിൽ അംഗമായത് വർഷം 1995ആണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 1992 മുതൽ 97 വരെയാണ്. ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച ഒരു പദ്ധതി കൂടിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1992 മുതൽ 97 വരെയായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. PV നരസിംഹറാവു ആയിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യ വികസനം അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആയിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മനുഷ്യ വികസനം ആയിരുന്നു. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണമായിരുന്നു 8ാം പദ്ധതിയുടെ ലക്ഷ്യം. അതും ശരിയാണ്. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യ വികസനമായിരുന്നു. അതുപോലെ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്തായിരുന്നു? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയ പദ്ധതി. അതും ശരിയാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയും എന്താണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ സമയത്ത് ഇന്ത്യയിലെ ധനകാര്യ മന്ത്രിയായിരുന്നത്. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. PV നരസിംഹറാവു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അതായത് ന്യൂ എക്കണോമിക്സ് പോളിസി നടപ്പിലാക്കിയ പദ്ധതിയും എന്താണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ലക്ഷ്യം വെച്ച നിരക്കിനേക്കാൾ കുറവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി. ആ പ്രസ്താവന തെറ്റാണ്. ലക്ഷ്യം വെച്ച നിരക്കിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ച ഒരു പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE 1992 നിലവിൽ വന്നു. പഞ്ചായത്തി രാജ് 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. ഈ രണ്ടും നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി കാലഘട്ടവും 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ് ശരിയാണ്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE 1992 നിലവിൽ വന്നു. പഞ്ചായത്തി രാജ് 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. അതും ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്. അപ്പോൾ NSE നിലവിൽ വന്ന വർഷം 1992. പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ലക്ഷ്യം വെച്ച നിരക്കിനേക്കാൾ കുറവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി എന്നുള്ളതാണ് തെറ്റ്. ലക്ഷ്യം വെച്ച നിരക്കിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്കായിരുന്നു ഈ ഒരു പദ്ധതി കൈവരിച്ചത്. അപ്പോൾ ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടിസ്ഥാന വികസനം എന്തായിരുന്നു? വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, അതേപോലെ മനുഷ്യ വികസനം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെട്ട പദ്ധതി, അതുപോലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയ പദ്ധതി, അതുപോലെ വളരെ ലക്ഷ്യം വെച്ചതിനേക്കാൾ കൂടുതൽ നേട്ടം കൈവരിച്ച പദ്ധതി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് നിലവിൽ വന്നു.
ഇത്രയും കാര്യങ്ങൾ 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. കാലഘട്ടം 1997-2002. ശരിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ശരിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. അതെന്താണ്? തെറ്റാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം 1997 മുതൽ 2002 വരെ കാലഘട്ടത്തിലുള്ള 9ാം പഞ്ചവത്സര പദ്ധതിയാണെന്ത്? സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. സാക്ഷരത 75% ഉയർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ 10ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അതെന്താണ്? ശരിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു എന്ത്? സാക്ഷരത 75% ഉയർത്തുക, അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണെന്ത്? കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത്. അതും ശരിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002 മുതൽ 2007 വരെയാണ്. ഈ പദ്ധതി കാലഘട്ടത്തിലാണെന്ത്? കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത്. അപ്പോൾ ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അതെന്താണ്? 10ാം പഞ്ചവത്സര പദ്ധതിയല്ല. 1997 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതി ഏതായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ സാക്ഷരത 75% ഉയർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അതുപോലെ കേരള വികസന പദ്ധതി നടപ്പിലാക്കിയതും 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, 26ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. വീണ്ടും എന്താണ്? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 11ാം പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. 2007-2012 കാലഘട്ടം. അതെന്താണ്? ശരിയാണ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 മുതൽ 2012 വരെയാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് അഥവാ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയായിരുന്നു എന്ത്? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ച കൈവരിച്ചത് 11ാം പദ്ധതിയാണ്. അതും ശരിയാണ്. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. മരണനിരക്ക് 100ന് 1 കുറയ്ക്കുക എന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. സുസ്ഥിര വികസനം, ത്വരിതഗതിയുള്ള വളർച്ച എന്നതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെയായിരുന്നു. അപ്പോൾ മരണനിരക്ക് 100ന് 1 കുറയ്ക്കുക എന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ആ പ്രസ്താവന തെറ്റാണ്. മരണനിരക്ക് 100ന് 1 കുറയ്ക്കുക എന്നത് എന്താണ്? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയല്ല, 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ത്? മരണനിരക്ക് 100ന് 1 കുറയ്ക്കുക എന്നത്. സുസ്ഥിര വികസനം അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ത്വരിതഗതിയുള്ള വളർച്ച, ക്വിക്ക് ഗ്രോത്ത് എന്നതായിരുന്നു എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ഇൻക്ലൂസീവ് ഗ്രോത്ത് അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ചയും എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെയാണ്. 2012 മുതൽ 2017 വരെ ആയിരുന്നു എന്ത്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അപ്പോൾ ഇതിൽ തെറ്റെന്താണ്? മൂന്നാമത്തെ പ്രസ്താവനയാണ്. മരണനിരക്ക് 100ന് 1 കുറയ്ക്കുക എന്നത് 12ാം പഞ്ചവത്സര പദ്ധതി അല്ല, 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതിൻ്റെയാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നുള്ളത്. അപ്പോൾ എത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്? നമ്മൾ ഏകദേശം 26 ചോദ്യങ്ങൾ പഠിച്ചു. ഏകദേശം എല്ലാ പഞ്ചവത്സര പദ്ധതികളും കവർ ചെയ്തു.
അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്